ഹലോ. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഒരു അലമാരി ഫ്രണ്ടിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു അലമാരിയുണ്ട്. അത് നമുക്ക് പൊളിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മളത് ചുറ്റി വെച്ചപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കാം. ഈ സെയിം തന്നെ അലമാരി നമ്മുടെ അകത്തും ഒരെണ്ണം വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ പൊളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഫ്രണ്ടിലത്തെ ഫസ്റ്റ് പൊളിച്ച് നോക്കും. ചുറ്റി വെച്ചപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനകത്ത് നിന്ന് ചീള് പയ്യെ തെറിക്കുന്നുണ്ടാകും. അപ്പം ഇപ്പോൾ കാണുന്നത് ഫുള്ള് നമ്മൾ അതിനകത്ത് രണ്ട് അലമാരിയും പൊളിച്ചു. ഇപ്പം അവിടെ ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്യണം തറ. അതുപോലെ ഭിത്തിയൊന്ന് തേക്കുകയും ചെയ്യണം. അപ്പോൾ ആ രണ്ട് അലമാരി ഇപ്പോൾ പൊളിച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ കാണുന്നത്. ആദ്യം ഫ്രണ്ടിൽ മാത്രം അലമാരും പൊളിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ റൂമിലത്തെ കൂടെ അലമാരി അങ്ങ് പൊളിച്ച് മാറ്റിയേക്കാം, ഫുൾ അങ്ങ് തേച്ച് അവിടെ ഒരു തടസ്സം പോലെ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത റൂമിൽ ഒരു വിള്ളലുള്ളതുകൊണ്ട് ആ വിള്ളലൊന്ന് മാറ്റണം. അതുപോലെ തറ ഫുൾ പൊളിഞ്ഞ് നടക്കുമായിരുന്നു. ആ തറയൊന്ന് കോൺക്രീറ്റും ചെയ്യണേ. അങ്ങനെ അകത്തെ ചെറിയ ചെറിയ വർക്കുകൾ അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ പൊളിച്ചു മാറ്റിയ ഭാഗത്ത് തേപ്പം കൂടെ ചെയ്താൽ അങ്ങനെ അലമാരി രണ്ടും പൊളിച്ചു. അതുപോലെ തന്നെ മിക്ക റൂമും ശരിയാക്കി. ഇപ്പം ഫുള്ള് തേപ്പൊക്കെ ചെയ്ത് അലമാരി ഉയരത്തെല്ലാം തേച്ച് അതുപോലെ തന്നെ തറയിൽ കോൺക്രീറ്റും ചെയ്തു. രണ്ട് സൈഡും തേക്കുകയും ചെയ്തു. പിന്നെ ആ എയർ ഹോൾ വന്നത് അവിടെ അതുപോലെ നടച്ചു. കാരണം ഈ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ചാറ്റിൽ പോലെ തെറിക്കുന്നുണ്ടായിരുന്നു. ഈ റൂമിലാണെങ്കിലും തറ കോൺക്രീറ്റ് ചെയ്തു, സൈഡിലങ്ങ് തേച്ചു. തേപ്പൊക്കെ കഴിഞ്ഞു. 7 മുറിയിൽ തറ മാത്രമേ ഈ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നത്. ബാക്കി റൂമിലൊന്നും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ അകത്ത് ചെറിയ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ അലമാരിയിലുണ്ടായിരുന്ന പാളിയാണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കണ്ടിട്ടാ.